ലക്ഷദ്വീപിൽ സ്പേസ് മ്യൂസിയം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ പ്രൊജക്ട് ഡയറക്ടർ SR ബിജു. ISROയുടെ സഹകരണത്തോടെ ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് മ്യൂസിയം സ്ഥാപിക്കുന്നതെന്ന് അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു. കടലിൽ കാണാതാകുന്നവർക്കായുള്ള തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ISRO വികസിപ്പിച്ചെടുത്ത സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാഷണൽ സ്പേസ് ഡേയുടെ ഭാഗമായി ലക്ഷദ്വീപിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ തുടരുകയാണ്. സർ, ലക്ഷദ്വീപിലേക്ക് സ്വാഗതം. ലക്ഷദ്വീപിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേക കാരണങ്ങൾ? ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻലാൻഡിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നതാണ്. എന്നാലും നമ്മൾക്ക് കേരളീയർക്ക്, മലയാളികൾക്ക് ലക്ഷദ്വീപുമായിട്ട് എപ്പോഴും ഒരു താതാത്മ്യമുണ്ട്. ലക്ഷദ്വീപ് ഐലൻഡ്സ് ഒറ്റപ്പെട്ട് കിടക്കുകയാണെന്നുള്ളൊരു ഫീലിംഗേ വേണ്ട. എന്തെന്ന് വെച്ചാൽ ഇപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് അപ്പം വളരെ ദൂരെയാണ് മാറിക്കിടക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ സജ്ജീകരണങ്ങളും അവർക്കും ലഭ്യമാണ്. എന്നിരുന്നാലും നമ്മളുടെ സ്പേസിൻ്റെ ഇനിഷ്യേറ്റീവായിട്ട് ഇന്നലെയും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സ്പേസ് മ്യൂസിയം സെറ്റപ്പ് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് നമ്മളുടെ ഓർഗനൈസേഷനിൽ നിന്ന് അതിന് അപ്രൂവലും കിട്ടിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഏത് രീതിയിലുള്ള സഹകരണത്തിനും സഹായത്തിനും നമ്മളും വളരെ വില്ലിങ് ആണ്. അത് ഡെഫിനറ്റ്ലി അത് ഈ കുട്ടികൾക്ക് വളരെ പ്രചോദനമാവുകയും ചെയ്യും. തീർച്ചയായിട്ടും സർ, മറൈൻ സെക്ടറിൽ പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ലക്ഷദ്വീപിൽ നിന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരെ കാണാതായി. അപ്പോൾ അങ്ങനെയുള്ള തീരദേശ സുരക്ഷ ബന്ധപ്പെട്ട് ആ രീതിയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാഴ്ചപ്പാടുകൾ നമുക്ക് ഇതിനോടൊപ്പം ചേർക്കാനുണ്ടോ? അല്ല, ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരുപാട് റെസ്ക്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മുടെ അവിടെയൊക്കെ ഉള്ള മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കൊക്കെ ഇത് കൊടുക്കുന്നുണ്ട്. നാവിക് എയ്ഡഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്, പിന്നെ റെസ്ക്യൂ ബീക്കൺ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഓപ്പറേഷണലുമാണ്. ഇവിടെ ഉള്ളവർക്കും അത് കിട്ടുന്നുണ്ടെന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഈവൻ സാറ്റലൈറ്റ് ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക ജ്ഞാനം ഉപയോഗിച്ച് ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഡെഫിനറ്റ്ലി എന്തും ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. Actually, what we learned from the people here, that the students have a very good scientific temperament. They are actually very much inclined towards science. So I see in future, this students which are today attending this workshop, some of them will be really 100% participating in Indian space program. ഇത് നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അവർക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് കൊടുക്കുക, അവർക്ക് ഈ സയൻറ്റിസ്റ്റുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അതാണ് നമ്മൾ മെയിനായിട്ട്. കുട്ടികളെല്ലാം വളരെ എന്തൂസിയാസ്റ്റിക് ആണ്. അപ്പോൾ അവരെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് ഇത് എടുക്കുന്നത്.